കഴിഞ്ഞ വർഷത്തെ ചർച്ച് പില്ലർ ഇതിന് തന്ന വാല്യൂബിൾ ഫീഡ്ബാക്കിന് എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് പ്രകാരമാണ് ഈ വർഷം ചർച്ച് പില്ലർ 2 ആയിട്ട് അവതരിപ്പിക്കുന്നത്. 1 തിമോത്തിയോസ് 3:15 സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. സഭ ദൈവത്തിൻ്റെയാണ്. സഭ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ദൈവമാണ്. ഈ ചർച്ച് പില്ലർ 2 എഴുതുമ്പോൾ ദൈവം എനിക്ക് അനേക സത്യങ്ങൾ കാണിച്ചു തന്നു. അതായത് ദൈവം എല്ലാവർക്കും ഈക്വലാണ്, ദൈവം എല്ലാവരെയും ഒരുപോലാണ് സ്നേഹിക്കുന്നതും, അതുപോലെ നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണമാണ് ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യുന്നതും. പണ്ട് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ഈ ഐക്യം ഒരു ചിത്രീകരണത്തിലൂടെ ഞങ്ങൾ കാണിക്കുകയാണ്. അതായത് പഴയകാല ഒരു പരസ്യയോഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ചർച്ച് പില്ലർ 2. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി-രാജാവായി വേഗം വരുന്നു. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിനവേ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ നസ്രത്ത് ജംഗ്ഷനിൽ നടക്കുന്ന ഈ തെരുവ് സുവിശേഷീകരണ യോഗത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ അല്പനേരത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ എല്ലാവരുടെയും വിലയേറിയ ശ്രദ്ധ അല്പനേരത്തേക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുശേഷ യോഗം പരസ്യ ശുശ്രൂഷ ആരംഭിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായ സ്തോത്രം. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളിവിടെ വിതറുന്ന വചനം കർത്താവെ, അത് അനേകം 100, 60, 100 മേനിയായി വളരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇത് ഈ ജംഗ്ഷൻ്റെ കർത്താവെ, ഈ പട്ടണത്തിൻ്റെ ഒരു വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അവസാനം വരെ അങ്ങയുടെ കൃപയിൽ കൂടെയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരു പാട്ട് പാടിക്കൊണ്ട് ആരംഭിക്കാം. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുന്നു. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുന്നു. നിൻ പേരു ജീവാ പുസ്തകത്തിൽ ഉണ്മയായെന്നു എഴുതിയിടുമേ. നിൻ പേരു ജീവാ പുസ്തകത്തിൽ ഉണ്മയായെന്നു എഴുതിയിടുമേ. വരുവി, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവി, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ വയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. മരണം ഒരു നാൾ വന്നിടുമേ, മറക്കാതെ നിൻ രക്ഷകനെ. വരുവിൻ, ഈ നല്ല സമയം
വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അടുത്തതായി നമ്മളുടെ ഇവിടെ കൂടി വന്നിരിക്കുന്ന കുഞ്ഞുമോൾ സഹോദരിയിൽ നിന്ന് യേശു ക്രിസ്തു ആ സഹോദരിക്ക് നൽകിയ അത്ഭുത വിടുതലിനെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾക്ക് ശ്രവിക്കാം. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു അവസരം ദൈവത്തെ ഘോഷിക്കുവാൻ വലിയവരെ നിന്ന് വലിയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ വൈകിട്ട് സമയം ഈ കവലയിൽ ഞങ്ങൾ ഒരു പരസ്യയോഗം നടത്തുമ്പോൾ അത് ദൈവത്തെ ഉയർത്തുന്നതിനായി ഉതകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ ഞാൻ ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. ഞാൻ മറ്റ് അമ്പലങ്ങളിലും മറ്റ് ദൈവാലയങ്ങളിലൊക്കെ പോയി ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയൊക്കെയും ചെയ്ത് സത്യദൈവം ആരാന്നറിയാതെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. എനിക്ക് സമ്പത്തുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്നൊരു അവസ്ഥയിലിരിക്കുമ്പോൾ എനിക്ക് ക്യാൻസർ രോഗബാധിതയാകുകയും എനിക്ക് ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ പല രീതിയിൽ പലരെ ആശ്വസിച്ചു. ആശുപത്രികൾ കയറിയിറങ്ങി, അമ്പലങ്ങൾ കയറിയിറങ്ങി, പള്ളികൾ കയറിയിറങ്ങി, അവിടെ എങ്ങും എനിക്ക് വിടുതൽ ലഭിക്കാനിടയായില്ല. എന്നാൽ എനിക്ക് ഒരു ട്രാക്റ്റിലൂടെ ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി. ഞാൻ അങ്ങനെ ഈ ദൈവം എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഞാൻ ഒരു പള്ളിയിലേക്ക് കടന്നു തന്ന, ഒരു ദൈവസഭയിലേക്ക് കടന്നു തന്ന ഒരു പാസ്റ്ററിനോട് സംസാരിക്കുവാനിടയായി. പ്രിയ ദൈവദാസൻ എന്നോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ ആഴമേറിയ ആ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനും ഒക്കെ ഞാൻ ഇടയായി. അങ്ങനെ എനിക്ക് രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അർപ്പിച്ചു. അങ്ങനെ പിന്നെയുള്ള എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ എനിക്ക് റിസൾട്ട്സ് കാണാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അധികമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി, ദൈവത്തെ ഞാൻ അറിയാൻ തുടങ്ങി. ദൈവം മാധുര്യവാനെന്ന് ഞാൻ ഓരോ ദിവസവും രുചിച്ചറിയുവാനിടയായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളെ ഞാൻ ദൈവത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ ജീവിതം നിങ്ങൾക്കൊരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി എന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി എന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. ആതങ്കം നീങ്ങുവാൻ ആനന്ദമേകുവാൻ, ആനന്ദം നീങ്ങുവാൻ ആനന്ദമേകുവാൻ ആത്മനാഥൻ എന്നെയും വിളിച്ചിടുന്നു, ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു. ദൈവത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക, പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക, പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ വിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ വിലയേകുവാൻ ജീവരക്തമേകനായി ചൊരിഞ്ഞുവല്ലോ, ജീവരക്തമേകനായി ചൊരിഞ്ഞുവല്ലോ. യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, എഴുന്നള്ളിയിടട്ടെ. കാഗതനായിട്ടുണ്ട് അകത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൻ, വാഗ്ദത്തം പോലെ ആഗതനായിട്ടുണ്ട് അകത്യമൊക്കെയും അനുതാപത്തോട് ഏറ്റു പറയുവിൻ. പാപം പോക്കിടും നിൻ രോഗം നീക്കിടും, പാപം പോക്കിടും നിൻ രോഗം നീക്കിടും. ശുദ്ധനായി നിന്നെ സ്വന്തം പുത്രനാക്കിടും, ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. അടുത്തതായി ദൈവവചനം നിങ്ങളോട് ശുശ്രൂഷിക്കുന്നു മത്തായി ഉപദേശി.
പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അടുത്തുമകലയുമായി ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന എല്ലാ നല്ല ദേശനിവാസികൾക്കും, പ്രത്യേകാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നവർ, വ്യാപാര വ്യവസായ മേഖലയിൽ ആയിരിക്കുന്നവർ എല്ലാവർക്കും ലൗകിക രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യം അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ നിലവേ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരസ്യയോഗവും സുവിശേഷ ഘോഷയാത്ര റാലിയും ഈ നസ്രത്ത് മുഖ് എന്ന ഈ പട്ടണത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടായി കൈമാറുന്ന സന്ദേശം മറ്റൊന്നല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുകയായിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ആരും ഈ സന്ദേശം ഇവിടെ കൈമാറത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ആരും ഇവിടെ നിൽക്കില്ലായിരുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനത്തിൻ്റെ ശക്തി പ്രാപിച്ച ഒരു സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂട്ടു സഹോദര, ഇന്ന് പകലിൽ ആരെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിതത്തിൽ ആത്മഹത്യ മാത്രം പരിഹാരമെന്ന് ആരെങ്കിലും മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാം. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു സഹോദര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദേശി, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കണമോ? വേണ്ട. പ്രൈസ് ദി ലോർഡ്. വേണ്ടേ വേണ്ട. ഏതെങ്കിലും പ്രൈസ് ദി ലോർഡ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കണോ? വേണ്ടേ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഏത് മെഴുകുതിരി കത്തിക്കണമോ? വേണ്ടേ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പകരം ഹല്ലേലൂയ, ഇന്ന് പകരം നിന്റെ ഹൃദയം യേശുവിന് കൈമാറിയാൽ പ്രൈസ് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന പകലായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് സഹോദര, ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട്, ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ വയറ്റിൽ നിറച്ച് കള്ളായിരുന്നാലും ശരി സഹോദര, ആ ബന്ധിന് നീ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ, ഒരു അനുതാപത്തോടെ ഒരു ഏറ്റുപറച്ചിലോടെ നീ പറ, ഹല്ലേലൂയ, കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നീ കാൽവറിയിൽ മരിച്ചു എന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ പറഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ പകലായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയാം. ഞങ്ങൾ ആരും പ്രൈസ് ദി ലോർഡ് ഈ മാർഗത്തിലേക്ക് വരണമെന്ന് ഒരിക്കലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തീരുമാനിച്ചവരല്ല. വരാതിരിക്കാൻ അരക്കൈ നോക്കിയതാ. എന്നാൽ ഇപ്പോൾ കണ്ടോ പുൽക്കൈയിട്ട് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്, ഞങ്ങളുടെ പഴയ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പുറകെ പോയവരാ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് ഈ ലോകത്തിലെ ഇസങ്ങളല്ല, കമ്മ്യൂണിസമല്ല, ഹല്ലേലൂയ, നാസിസമല്ല, ഫാസിസമല്ല, ഈ ലോകത്തിലെ ഏതെങ്കിലും തത്വചിന്തകളല്ല, പ്രൈസ് ദി ലോർഡ്, ലോക്കപ്പ് മർദ്ദനങ്ങളല്ല, പ്രൈസ് ദി ലോർഡ്, സൈക്കോളജി അല്ല, സൈക്യാട്രി അല്ല, ഹിപ്നോട്ടിസം അല്ല. ഞങ്ങളെ രക്ഷിച്ചത് പ്രൈസ് ദി ലോർഡ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു അല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലവേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും അവൻ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ് സഹോദര. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത നിമിഷം മരണമായിരിക്കാം. അല്ല, പ്രൈസ് ദി ലോർഡ്, സുബോധമുള്ളപ്പോൾ നീ യേശുവിനെ ഏറ്റെടുത്താൽ പ്രൈസ് ദി ലോർഡ്, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന പകലായി തീരും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതുകൊണ്ട് ആകയാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്,
ഏറ്റെടുക്കുവാൻ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്നവരോട് ആഹ്വാനം ചെയ്യുകയാണ് സഹോദര. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ എൻ്റെ ഈ പ്രസംഗത്തിന്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഈ പ്രഭാഷണത്തിന് അടിവരയിടുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ ദേശം സുവിശേഷം കേട്ടില്ല എന്ന് വരാതിരിപ്പാൻ ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു അല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലവേ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മാറുമ്പോൾ ഒരു വാക്കുകൂടെ ഞങ്ങൾ പറയുകയാണ്, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് പകൽ ആരെങ്കിലും ഉപദേശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ച് ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, ഈ സുവിശേഷം കേട്ട് ആരെങ്കിലും ഇന്ന് പകൽ ആയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സ്റ്റേജിൻ്റെ ഈ മുമ്പിലേക്ക് കടന്നു വരാം. ദൈവം നമ്മളെ ഏവരെയും, ഈ വചനങ്ങളെ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ കടന്നു വന്നിട്ടുണ്ട്. ഉപദേശം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാവേളയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു അപ്പച്ചാ. പ്രൈസ് ദി ലോർഡ് കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഈ ദേശത്ത് കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വചനം കർത്താവേ ഞങ്ങൾ ഹല്ലേലൂയ വിതറിയല്ലോ അപ്പച്ചാ. 30, 60, 100 മേനിയായി വളർന്നു വരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്തതിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു അപ്പച്ചാ. പ്രത്യേക കർത്താവേ, ഈ സഹോദരൻ്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവ്. ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവേ നിന്നെ ഏറ്റെടുപ്പാൻ, ഹല്ലേലൂയ നല്ലൊരു ഹല്ലേലൂയ ഒരു നന്മയുള്ള ജീവിതം, അല്ലെങ്കിൽ സ്വസ്ഥതയുള്ള ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ കൈവരിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ ദാസനെ നീ ഇടയാക്കണമേ, ഈ സഹോദരനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. മുമ്പോട്ടുള്ള ജീവിതം ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഈ ദാസനെ കർത്താവേ, ഈ സഹോദരനെ ഹല്ലേലൂയ കർത്താവേ നീ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാനതിലാക്കുമെന്നുള്ള വചനപ്രകാരം ഇന്ന് പകൽ കർത്താവേ ഹല്ലേലൂയ യേശുവിനെ ഏറ്റെടുപ്പാൻ, ഹല്ലേലൂയ ലോകത്തിനുമ്പങ്ങളെ പുറകെ പോകാതെ, പ്രൈസ് ദി ലോർഡ് കർത്താവേ, ഹല്ലേലൂയ ആമേൻ, രക്ഷിക്കപ്പെട്ട കർത്താവേ ഒരു ദൈവപുത്രനായി ജീവിപ്പാൻ ഈ സഹോദരൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സഹോദരൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മുമ്പോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്താട്ടെ. മാനവം മാസാപ്പിച്ചെടുക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപേ. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപേ. ആത്മീകമാം ദൈവരാജ്യത്തിനാ ആത്മബലത്തോടങ്ങുക നാം, പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ ദൈവജനമേ, ആമേൻ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാതാന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാതാന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. രക്ഷാ
ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Praise the Lord. Thank you, team. Thank you, team, for the wonderful message and a wholesome skit. While we all bring different talents and gifts to the table, 1 Corinthians 12:12 reminds us that just as the body is one, though it has many parts, so it is with Christ. Let's remind ourselves through this skit to celebrate our unique strengths today as we work in harmony to perfectly fit together for God's purpose. May I remind the participants of the next two programs to be kindly ready. Behind every miracle and legacy of praise. If you could kindly be ready behind the stage, please. Thank you.